സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കാറില്ല. കാരണം ഈ പഴയ തോൽക്കുടം വീഞ്ഞിരുന്ന് കട്ടിയായി. ഇനി ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെച്ചാൽ ഇത് പൊട്ടിപ്പോവും. ഇതിനൊരു സോഫ്റ്റ്നെസ് വേണം. ഈ വീഞ്ഞ് സൂക്ഷിക്കുന്ന കുടത്തിന് ഒരു സോഫ്റ്റ്നെസ് വേണം. അതിനെന്ത് ചെയ്യും? ഇത് വീഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളത്തിൽ വെക്കും. അങ്ങനെ വെള്ളത്തിലിട്ട് ഇത് കുറച്ച് അത് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇതിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വെക്കാൻ പറ്റും. ഇതുപോലെയാണ് നമുക്ക് സ്വർഗീയ സമ്മാനങ്ങൾ, സ്വർഗീയ ദാനങ്ങൾ, പരിശുദ്ധാത്മ ഫലങ്ങൾ ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഈ തോൽക്കുടം മാറ്റേണ്ടത് ആവശ്യമാണ്. ഈ തോൽക്കുടം കട്ടിയായിട്ടിരിക്കുക. നമ്മുടെ പ്രവൃത്തി മുഖാന്തരം, തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചത് മുഖാന്തരം ഒക്കെ നമ്മുടെ ഹൃദയമാകുന്ന ഈ തോൽക്കുടം കട്ടിയായിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഹൃദയം കഠിനമുള്ളതായി തീർന്നു എന്നൊക്കെ പറയുന്നത്. കഠിനമായ ഈ ഹൃദയത്തിൽ സ്വർഗീയ സമ്മാനങ്ങൾ നമുക്ക് താങ്ങുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ റിപ്പന്റ് ചെയ്യണം. വീഞ്ഞുകുടം അല്ലെങ്കിൽ തോൽക്കുടം വെള്ളത്തിൽ വെച്ചതുപോലെ നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുമ്പോൾ സ്വർഗീയ സമ്മാനങ്ങൾ സ്വീകരിക്കുവാനും അത് നമുക്ക് കൊണ്ടു നടക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്ന വിധത്തിൽ ഒരു പുതിയ ഹൃദയമായി മാറും. അതുകൊണ്ടാണ് നിന്റെ ഹൃദയം ഉയർത്തുക, ഞാൻ നിന്റെ പഴയ ശിലാഹൃദയം എടുത്തു മാറ്റി പുതിയ ഹൃദയം ഞാൻ നിനക്ക് നൽകാം എന്ന് തമ്പുരാൻ പറഞ്ഞത്. അങ്ങനെ പുതിയ ഹൃദയത്തിൻ്റെ ഉടമയാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ